കോട്ടയത്ത് ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എന്ന് മനസ്സിലാക്കുന്നു. കോട്ടയത്ത് മഴയും കാറ്റും എങ്ങനെയാണ് അവസ്ഥ? അതിനെക്കുറിച്ച് പറയും. SKN ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കെടുതി അതിരൂക്ഷമായി ഈ കോട്ടയം ജില്ലയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ്, വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ബാക്കി ആയിട്ട് നമുക്ക് ഇന്ന് കാണിക്കാനുള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ആറുമാനൂരാണ്. അവിടെ ഒരു വീടിന് മുകളിലേക്ക് 2 മരങ്ങൾ വീണിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ വീട് അപ്പാടെ തകർന്നിട്ടുണ്ട്. ആറുമാനൂർ സ്വദേശി രാജുവിൻ്റെ വീട്ടിലേക്കാണ് മരങ്ങൾ വീണത്. ഒരു തേക്കും അതുപോലെ തന്നെ ഒരു ആഞ്ഞിലിയും വീണ് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് രാജുവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. അവർ അത്ഭുതകരമായി ആ സമയത്ത് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജു ചേട്ടാ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? 3 മണി കഴിഞ്ഞ് 4:06 ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ? അപ്പം ഞങ്ങൾ പെങ്ങളവിടെ കിടക്കുകയായിരുന്നു. വീണ് കഴിഞ്ഞപ്പോൾ അവിടെ ചാടി എഴുന്നേറ്റ്. പിന്നെ ഞാനും ചേർച്ചയാരും ഇവിടെ നിന്ന് കാറ്റ് കണ്ടുകൊണ്ടിരിക്കുക ഈ വീട്ടിൽ. കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സാധനം രണ്ടും ഒരുമിച്ചാണ് വീണത്. വീടിൻ്റെ അകത്തൊക്കെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? വീടിൻ്റെ അകം എല്ലാം പോയി. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കും കൂടി ഒന്ന് കയറി നോക്കാം. അപ്പോഴേ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുകയുള്ളൂ. ഒരു തേക്കാണ്, അത് മറിഞ്ഞ് മുൻവശത്തേക്ക് വീണിട്ടുണ്ട്. അതുപോലെ ഒരു ആഞ്ഞിലി അത് പിൻവശത്തും വീണിട്ടുണ്ട്. എന്തായാലും ഈ വീടിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. കാരണം ഈ ഒരു അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, പല വീടുകളും തകർന്നിരുന്നു. നെടുങ്കണ്ടത്ത്, അതുപോലെ തന്നെ മുണ്ടക്കയത്ത്. ഇന്നിപ്പോൾ മുക്കടയിൽ നിന്നും നമുക്കൊരു വിവരം ലഭിച്ചിരുന്നു. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ മുക്കടയിൽ സത്യൻ്റെ വീട്ടിലും മരം വീണ് വലിയ നാശനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞു. എന്തായാലും അത്ഭുതകരമായിട്ടാണ് ഈ രാജുവിൻ്റെ വീട്ടിലെ 2 പേര്, രാജുവും സഹോദരിയും രക്ഷപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലും. ചേച്ചി, എപ്പോഴായിരുന്നു ഇവിടെ ഇത് സംഭവിച്ചത്? 3 മണി കഴിഞ്ഞു. വലിയ കാറ്റായിരുന്നു. ഞാൻ തൊഴിലുറപ്പിന് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ അവർ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഫോൺ വരുമ്പോഴാണ് ഞാൻ ഓടി വരുന്നത്. അപ്പോൾ പുള്ളി ഇവിടെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത്. വന്നപ്പോഴത്തേക്ക് വിളിച്ച ആൾ പറഞ്ഞു, വിഷമിക്കേണ്ട, വീട് മാത്രമേ പോയിട്ടുള്ള ആൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. പരിക്ക് ഞാൻ ചേട്ടത്തിയാരുടെ കാലിലോട്ട് ആസ്പാറ്റിൻ്റെ ഇത് തെറിച്ച് വീണ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ ഇന്നലെ കൊണ്ടുപോയി സ്വിച്ചിട്ട് കൊണ്ടുവന്നു. ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇന്നലെ ഈ രാത്രിയിലും അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയും ഉണ്ടായത്. സമീപത്തുള്ള ഒരു വീട്ടിലും സമാനമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ കാറ്റും മഴയുമാണ്. നമുക്ക് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ തകർന്നു. കോട്ടയം പാലാ റൂട്ടിൽ ചേർപ്പുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് 2 കാറുകൾക്ക് മുകളിലേക്കാണ് മരം വീണ് ആ വാഹനങ്ങൾ തകർന്ന് ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലേക്കും വീണു. എന്തായാലും ഈ കോട്ടയം ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ മഴയിലും കാറ്റിലും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. SKN.